കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ക്യാപ്റ്റൻ അഖിലയാണ് അഭിരാമി എന്നുള്ള സത്യമൊക്കെ നന്ദയോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. പിങ്കി പറഞ്ഞു, ഇതിന്റെ കയ്യില് അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകളൊന്നും എന്റെ കയ്യിലില്ല, ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് പ്രൂവ് ചെയ്യിക്കാനായിട്ട്. പക്ഷെ എനിക്ക് ഒരു കാര്യമുണ്ട്, എനിക്ക് ഉറപ്പായിട്ടും അറിയാം, എന്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു ക്യാപ്റ്റൻ അഖില തന്നെയാണ് അഭിരാമി എന്നുള്ള കാര്യം. ഈ സമയത്ത് നന്ദ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഗൗതമിനെ വിളിക്കുകയാണ്. അങ്ങനെ ഗൗതമിനെ വിളിച്ചിട്ട് റിങ് ചെയ്തിട്ട് കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. കോൾ എടുക്കുന്നില്ലല്ലേ, വെറുതെ നീ വിളിച്ച് വിഷമിക്കണ്ട, ഗൗതം ഇനി കോൾ എടുക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. ഈ സമയത്ത് ഗൗതം വണ്ടിയെ യാത്ര ചെയ്യുവാണ്. അപ്പൊ അർജുൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഗൗതം എന്ത് ചെയ്യുക, ഒരു തട്ടുകടയിൽ കയറി ഫുഡൊക്കെ കഴിക്കണം. അപ്പൊ അർജുൻ വെയിറ്റ് ചെയ്തു, ഗൗതമേട്ടൻ എങ്ങോട്ടാ പോകുന്ന അറിയാൻ വേണ്ടിട്ട്. വീണ്ടും ഗൗതം യാത്ര തുറന്നപ്പോ ആ പറയാതെ തന്നെ അർജുൻ പോവാണ്. പിന്നീട് കാണിക്കുന്ന നേരം പരവര പുലർന്നു കഴിഞ്ഞപ്പോ നന്ദ പുറത്തേക്ക് പോകാനായിട്ട് ബാഗൊക്കെ എടുത്തോണ്ട് വരുവാണ്. ഈ സമയത്ത് പിങ്കി പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാം എനിക്കറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട് നന്ദ, നീ തന്നെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാനും കൂടെ വരാമെന്ന് പറയും. അത് ശരിയാകത്തില്ല. ഒരു പക്ഷേങ്കിൽ പിങ്കി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങില്ല എന്ന് പറയും. അതെന്താ കാരണം, ഞാൻ ഗൗതം സാറിനെ കണ്ടുകഴിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേങ്കിൽ പിങ്കി എനിക്കൊരു തടസ്സമായിട്ട് മാറും. അതുകൊണ്ടാണ് പറഞ്ഞേ ഞാൻ തന്നെ പോയിക്കോളാന്ന് പറഞ്ഞേ. എന്നാലും തന്നെ പോകാന്ന് പറഞ്ഞാൽ റിസ്ക് അല്ലേ. എന്ത് റിസ്ക്? ഒരു പക്ഷേങ്കിൽ ഗൗതം സാർ എവിടെയാന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഇനി പഴയ ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചാൽ അറിയാം. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും വിവരം അറിയാമെങ്കിലോ. അതുകൊണ്ട് എനിക്ക് ഗൗതം സാറിന്റെ അരിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുമെന്ന് പറയാം. പിങ്കി പറഞ്ഞു, ശരിയാ, ഇപ്പൊ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചാണെങ്കിൽ അധികം ദൂരം പോകാനൊന്നും വഴിയില്ല. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണുമായിരിക്കും, അവിടെ ചെന്ന് തന്നെ അന്വേഷിച്ചാൽ മതിയായിരിക്കും. പിന്നെ അറിയാലോ, സൂക്ഷിച്ചും കണ്ടും ഒക്കെ വേണം പോകാനായിട്ടെന്ന് പറയാം. ശരി ശരി, അതാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നന്ദ തിരിഞ്ഞിട്ട് പറഞ്ഞു, അതെ ഇങ്ങനെ ഒരു ക്രൈസ് വന്നപ്പോൾ എന്നോടൊപ്പം നിന്നതിന് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാം. നന്ദിയുടെ ആവശ്യമൊന്നുമില്ല നന്ദ, ഇത് എൻ്റെ നിന്റെയും കൂടെ ആവശ്യമല്ലേ, ഇന്ത്യവരത്തിന്റെ ആവശ്യമല്ലേ, അതുകൊണ്ടാ. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദ പോവാണ്. അങ്ങനെ നന്ദനെ പറഞ്ഞു വിട്ട് പിങ്കി അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. ഈ സമയത്താണ് ലക്ഷ്മിയമ്മ അവിടെ ഇറങ്ങിച്ചിരുന്നത്. ലക്ഷ്മിയമ്മ ചോദിച്ചു, നീ എവിടെ പോയിട്ട് വരാ പിങ്കിന്ന് ചോദിക്കുക. അല്ല ഞാൻ ലക്ഷ്മിയമ്മ, അത് വിടം വരെ. എന്താ പിങ്കി, നിനക്ക് ഞാൻ ചോദിച്ചതിന് ഉത്തരവില്ലേ? എന്തോ കള്ളത്തരം ഉണ്ടല്ലോ നിന്റെ മുഖത്ത്, സത്യം പറ, നീ ഇപ്പൊ എന്താ എവിടെ പോയിട്ട് വരുവാന്ന് ചോദിക്കും. അതൊക്കെ ലക്ഷ്മിയമ്മയോട് പറയുന്നത് എന്തിനാ, അതിന് കാര്യമില്ലെന്ന് പറയാണ്. ഈ സമയം അരുന്ധതിയും മോഹിനിയും പവിത്രയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. എന്താ എന്താ അവിടെ ഒരു ബഹളം നരുതി ചോദിക്കണം. ദേ പിങ്കി പുറത്തു പോയിട്ട് വരുക, ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എങ്ങോട്ടാന്ന്? ഞാനേ നന്ദനെ കൊണ്ടുവിടാൻ പോയിട്ട് വരുന്നെന്ന് പറയും. നന്ദനെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് കഥ അടയ്ക്കണായിരുന്നല്ലോ, അതുകൊണ്ടായിരുന്നു പറയും. ഇത് കേട്ടതും പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, നന്ദേനെയോ? അവൾ അവിടെ പോയി നേരം വെളുക്കുന്നതിന് മുമ്പ്. അല്ല നന്ദ പുറത്തു പോയതെന്ന്. ഓഹോ, ഞാൻ ഈയിടെ ശ്രദ്ധിക്കുന്നുണ്ട് പിങ്കി, നീ നന്ദയുടെ മനസ്സിന് എരിപരി കയറ്റുന്നുണ്ട്. ഗൗതവും നന്ദയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പേരില് ഇപ്പൊ മാക്സിമം നീ അങ്ങോട്ട് ആ സമയം അങ്ങോട്ട് വിനിയോഗിക്കും അല്ലേന്ന് ചോദിക്കും. എനിക്കറിയാം, അവരെ തമ്മിൽ അടുപ്പിച്ച് നിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താന്ന് മനസ്സിലായെന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, മനസ്സിലായല്ലോ, എന്നാ പിന്നെ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം. ഇതേ പിങ്കി, സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. നിന്റെ മനസ്സിൽ ഇപ്പൊ ആർക്കും മനസ്സിലാവില്ലെന്ന് നീ വിചാരിക്കണ്ട. ഞാനേ ഗൗതമിന്റെ അമ്മയാണ്, എനിക്ക് മനസ്സിലാകാൻ പറ്റും. പിന്നെ അവനൊരു തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എങ്കിലും നീ ഏതോ ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞ് നന്ദയുടെ മനസ്സിലേക്ക് എരിപിരി കയറ്റി കൊടുത്തു വിടുകയെന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, ഏതോ ഒരു പെണ്ണോ? അഭിരാമിയെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും തുറന്നു പറഞ്ഞാലേ പിന്നെ എന്തിനാ അമ്മായി പറയണേ ഏതോ ഒരു പെണ്ണാന്നുള്ള കാര്യം. ഇത് കേട്ടതും മോഹിനിയും പവിത്രയും പറഞ്ഞു, പിങ്കി മോള് പറഞ്ഞു ശരിയാ എന്നും മോഹിനി പറയണം. അപ്പൊ പവിത്ര പറഞ്ഞു, ഏതോ ഒരു പെണ്ണല്ലല്ലോ ലക്ഷ്മി അമ്മായി, അത് അഭിരാമി ഗൗതം നല്ല എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം മിക്കവാറും അത് ഗൗതമേന്റെ ആരെങ്കിലും ആവാനാണ് ചാൻസ്. അല്ലെങ്കിൽ തന്നെ അന്ന് അത്രയും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോ ഗൗതമേണ്ട അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ, അഭിരാമി ആരാ എന്താന്നൊക്കെ. അതുകൊണ്ട് അഭിരാമിയുടെ കൂടെ തന്നെയാ ഗൗതമേട്ടൻ എന്റെ വിശ്വാസം എന്ന് പവിത്ര പറയാം. ഇതേ പവിത്ര, നീ അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കില്ലെന്ന് പറയാം. ഈ സമയം പിങ്കി പറഞ്ഞു, ഇതിനകത്ത് ഇപ്പം അറിയാത്തില്ലാത്ത കാര്യങ്ങളായിട്ട് ഒന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇവിടെ അഭിരാമിയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. അതുകൊണ്ടല്ല നന്ദ പോലും പോയെന്ന് പറയാം. നന്ദ പോയിട്ടുണ്ടെങ്കിൽ അത് നീ എരിപൊരി കയറ്റി കൊടുത്തോണ്ട് മാത്രമാ പിങ്കി. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ തുടങ്ങുന്ന നിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അത് ശരിയല്ല. എങ്ങോട്ടാ പോയെന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു, അതാ നിനക്ക് നല്ലതെന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അതെ അതൊന്നും എനിക്ക് ലക്ഷ്മിയമ്മയോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് അരുന്ധതി ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. ഇത് കണ്ടത് എല്ലാവരും ഒന്ന് ഞെട്ടി. അവിടെ നിൽക്കി പിങ്കി എന്ന് പറയാ. പെട്ടെന്ന് പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതെ ലക്ഷ്മി ചോദിച്ച ഉത്തരത്തിന് മറുപടി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് നീ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയും.
അല്ല വല്യമ്മ ഞാൻ എന്താ നിനക്ക് മറുപടി ഒന്നും പറയാനില്ലേ? അതെ, ലക്ഷ്മി ചോദിച്ച ന്യായമായ ചോദ്യമാ. ഗോതമ്പിന്റെ നന്ദയുടെ ഇടയ്ക്ക് നീ കടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാ? അല്ലെങ്കിൽ ഇപ്പൊ നന്ദ എങ്ങോട്ടാ പോയത്? അതിനുള്ള ഉത്തരം കിട്ടണമെന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, ഇനിയിപ്പോ ഉത്തരവല്ല നീക്ക് വേണ്ട, ഞാൻ പറഞ്ഞുതരാം. നന്ദ പോയത് ഗോതമ്പിന്റെ അടുത്തേക്കാന്ന് പറയാണ്. പെട്ടെന്ന് ലക്ഷ്മി വെച്ചു, ഗോതമ്പോന്റെ അടുത്തേക്കോ? അതെങ്ങനെയാ അങ്ങോട്ട് പോയെന്ന് ചോദിക്കാം. എന്തിനാന്നോ അത് നന്ദ വരുമ്പോ തന്നെ ചോദിച്ചു നോക്ക്. ഇനിയിപ്പൊ നന്ദ വന്നിട്ട് ഇനി എപ്പ ചോദിക്കാനല്ലേ? അതുകൊണ്ട് ഞാൻ തന്നെ മറുപടി പറഞ്ഞേക്കാം. അഭിരാമിയെയും ഗോതത്തിനെയും കൈയോടെ പിടികൂടാൻ പോയേക്കെന്ന് പറയാം. ഇത് കേട്ട് ലക്ഷ്മി പറഞ്ഞു, അനാവശ്യം പറയരുത് കേട്ടോ പിങ്കി എന്ന് പറയണം. അനാവശ്യം പറഞ്ഞൊന്നുമല്ല, നിങ്ങളുടെ മോൻ അനാവശ്യം കാണിക്കല്ലേ, അപ്പൊ ഞങ്ങളത് പറയുമ്പോഴാ കുറ്റം ഇരിക്കണല്ലേ. അവരെ രണ്ടുപേരും കൈകൂടെ പിടികൂടാൻ തന്നെ പോയിരിക്കണേ. പിന്നെ അഭിരാമി ആരാന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വേണമെങ്കിൽ അതും കൂടെ ഞാനും കൂടെ പറഞ്ഞേക്കാന്ന് പറയാം. ഇത് കേട്ടാൽ ലക്ഷ്മി ചോദിച്ചു, നീ എന്താ അഭിരാമിയെ കുറിച്ച് പറയുന്നത്? അഭിരാമി ആരാ നിനക്ക് അറിയാന്ന് ചോദിക്കും. അഭിരാമി ആരാന്നറിയാവുന്നോ? ഈ ക്യാപ്റ്റൻ ലക്ഷ്മി ഇല്ലേ, അല്ല ക്യാപ്റ്റൻ ലക്ഷ്മി അല്ല, സോറി ക്യാപ്റ്റൻ അഖിലയില്ലേ, കാടംകൊല്ലിയിൽ വെച്ച് തീവ്രവാദികളില് ഏറ്റവും പ്രമുഖയായ ഒരുത്തി, അവള് തന്നെയാണ് ഈ അഭിരാമി എന്ന് പറയുന്നത്. ഇത് കേട്ട് അനുദിച്ചു, നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും. ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങളാ വല്യമ്മ പറഞ്ഞത്. ക്യാപ്റ്റൻ അഖില തന്നെയാണ് ഈ അഭിരാമി, അത് ഞങ്ങൾ കണ്ടുപിടിച്ച സത്യമാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതത്തിന്റെ ജീവന അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അറിയാലോ. ഒരു തീവ്രവാദി അവളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നേ. അങ്ങനെ ഒരു തീവ്രവാദിനെ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നറിയാലോ. ഞാൻ പറയാതെ തന്നെ അത് വെല്ലുമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഒരു പട്ടാളക്കാരന്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുക. ഒരു തീവ്രവാദിക്ക് സംരക്ഷണം കൊടുക്കുന്ന പരം വേറെ എന്തേലും രാജ്യദ്രോഹ കുറ്റം ഉണ്ടോന്ന് ചോദിക്കുക. ലക്ഷ്മി പറഞ്ഞു, എന്റെ ഭഗവാനെ ഞാൻ എന്തൊക്കെയാ കേൾക്കണേ ദൈവമേ, എന്റെ ഗോതമോനെ ഒരിക്കലും അങ്ങനെയും ചെയ്യത്തില്ലെന്ന് പറയാണ്. ഈ സമയം പിങ്കി ഞാൻ അന്നെങ്കിൽ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം അരുന്ധതി ലക്ഷ്മിയൊക്കെ വല്ലാത്തൊരു ഞെട്ടലെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഗൗതമിനെ ഫോളോ ചെയ്ത് അർജുൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഗൗതം ഒരു ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ നിർത്തുവാണ്. എന്നിട്ട് കടക്കാരൻ ഈ ആപ്പിളിന് എത്ര വിലയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 240 രൂപ എന്നുണ്ടാവും, നല്ല ഫ്രഷ് ആണല്ലോ. ഒരു കുഴപ്പമില്ല സാർ, വിശ്വസിച്ച് മേടിച്ച് കഴിക്കാന്ന് പറയാണ്. അങ്ങനെ ആപ്പിളൊക്കെ മേടിച്ചിട്ട് ഗൗതം അവിടെ നിന്ന് പോയിട്ട് തുടങ്ങുമ്പോഴത്തേനുമാണ് അർജുന്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. നോക്കുമ്പോൾ പിങ്കിയ, അല്ല അർജുൻ എവിടെയാന്ന് ചോദിക്കുകയാണ്. പിന്നീട് അർജുൻ ഇങ്ങനെ പറയാം, ഗൗതത്തിനെ ഫോളോ ചെയ്യുക കാര്യങ്ങളെല്ലാം പറയുകയാണ്. പിന്നീട് പിങ്കി അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പം അർജുൻ പെട്ടെന്ന് പറഞ്ഞു, അതെ ഗൗതമേണ്ണാണ്ടെ പോകാൻ തുടങ്ങുക, ശരി ശരി ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുക. അങ്ങനെ ഗൗതത്തിനെ ഫോളോ ചെയ്ത് പോകാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഇത് എന്ത് പറ്റിയെന്ന് ഓർത്ത് നോക്കി, അയ്യോ പെട്രോൾ തീർന്നു, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഗൗതമേണ്ണൻ പോവുകയും ചെയ്തല്ലോ എന്നോർത്ത് ആകെപ്പാട് ടെൻഷനായിപ്പോയി. വല്ലാത്തൊരവസ്ഥ. പിന്നീട് ഗൗതം നേരെ ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അഭിരാമി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. ഗൗതത്തിന് മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അഭിരാമിക്ക് എന്തോ ഒരു പന്തിയോട് തോന്നി. എന്താ ഗൗതത്തിന് മുഖം എന്താ വല്ലാതിരിക്കണമെന്ന് ചോദിക്കും. എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറയാം. അങ്ങനെ വെള്ളം എടുക്കാണ്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് വെള്ളമില്ല, വാട്ടർ ബോട്ടിലിനകത്ത്. പക്ഷെ വെള്ളം തീർന്നു പോലെന്ന് പറയാം. എന്താ മുഖം വിളറിയിരിക്കുന്നേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കും. അതെ പ്രശ്നമുണ്ട്, നമ്മളിവിടെ സേഫ് അല്ല ആമി എന്ന് പറയണേ. സേഫ് അല്ല, അതെന്താ അങ്ങനെ തോന്നാൻ കാരണം എന്താ? അല്ല നമ്മളെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നലുണ്ട്. എന്താ ഗൗതം, ആരെങ്കിലും വിളിച്ചോ? പോലീസുകാർ വല്ല ഗൗതത്തിനെ കാണുമോ എന്തെങ്കിലും ചെയ്തോ? അതൊന്നുമല്ല, എന്റെ വീട്ടുകാര് എന്റെ കള്ളത്തരങ്ങൾ കൈയോടെ പിടികൂടെന്ന് പറയാ. ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞു പറയാ. ബന്ധത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞോ? ഞാന് ക്യാപ്റ്റൻ അഖിലയാന്ന് അവരറിഞ്ഞോ? അതറിഞ്ഞിട്ടില്ലാന്ന് തോന്നേ. അതിനെക്കുറിച്ചൊന്നും അവർക്കറിയത്തില്ല. പക്ഷെങ്കിൽ അഭിരാമി ഗൗതം എന്ന ഒരു സ്ത്രീയുടെ കൂടെയാണെന്ന് ഞാനെന്നുള്ള സത്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ ആ രേഖകളിൽ അഭിരാമി ഗൗതം നല്ല എഴുതിയിരിക്കുന്നേ. അപ്പൊ അതൊക്കെ അവർ കണ്ടുപിടിച്ചെന്ന് പറയാം. ഇത് കേട്ടാൻ പറഞ്ഞു, നന്ദ വലുതും പറഞ്ഞെന്ന് ചോദിക്കും. നന്ദയുടെ സ്വഭാവം അറിയാലോ, നന്ദയ്ക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല ഇത്. അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയേ മതിയാവുള്ളൂ പറയും. ഈ സമയം അഭിരാമി ചോദിച്ചു, അതൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കും. അത് മാത്രമല്ല ഇപ്പൊ വീട്ടിലാണെങ്കിൽ അർജുനും ഉണ്ട്. അർജുന്റെ സ്വഭാവം എന്തെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുന്ന സ്വഭാവമാണ്. ഒരു പക്ഷേങ്കിൽ അവൻ മിക്കവാറും നമ്മളെ വന്ന് കണ്ടെത്താനും ചാൻസ് ഉണ്ട്. അത് അപകടമാണ്. കാരണം വീട്ടിലുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴവനാന്ന് പറയാണ്. ഇത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ അഭിരാമി പറഞ്ഞു, അതിപ്പോ പ്രശ്നമല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ അഭിരാമി എന്ന് പറഞ്ഞിട്ടും അർജുൻ അറിയത്തില്ല അഭിരാമി എന്നുള്ള പേര് കേട്ട് മനസ്സിലായില്ലേ എന്നെന്ന് ചോദിക്കാം. എങ്ങനെ മനസ്സിലാവാനായിട്ടാ? അത് നിന്നെ അഭിരാമിന്ന് ഞങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഞങ്ങൾ എല്ലാവരും ആമിന്ന് മാത്രമല്ലേ വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിന്റെ പേര് അഭിരാമിന്ന് കേട്ട് അർജുന് പെട്ടെന്ന് മനസ്സിലാത്തെന്ന് പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. പക്ഷേങ്കിൽ നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ ഈ സമയത്ത് അഭിരാമി പറഞ്ഞു, എനിക്കറിയാം ഗൗതത്തിന്റെ മനസ്സിലെ പിടപ്പ് എന്താന്ന്. എന്റെ വയറ്റിൽ വരുന്ന സൂരജിന്റെ കുഞ്ഞിനെ രക്ഷിക്കാനല്ലേ ഈ പെടാപ്പാട് വിടുന്നേ.
ഞാൻ കാരണം ഗൗതത്തിന് ഇപ്പൊ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഏയ് അത് കുഴപ്പമൊന്നുമില്ല. എന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുള്ളൂ, ഈ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ എങ്ങനെയായാലും ഒന്ന് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു കൊണ്ടുവരണം. അവൻ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഗൗതത്തിന് ഒരിക്കലും ഒരു ഭാരമാകത്തില്ല. പിന്നെ ജനിച്ച ഉടനെ കുഞ്ഞിനെ ഞാൻ ഏതൊരു അമ്മത്തൊട്ടിൽ കൊണ്ട് കിടത്തു എന്തെങ്കിലും ചെയ്തോളാം. ഗൗതം ഒരു പോലീസ് ഓഫീസർ അല്ലേ, അതുകൊണ്ട് ഗൗതത്തിന് മനസ്സിലാവും ആ കുഞ്ഞെവിടെയാ, ആരുടെ വീട്ടിലാ വളരുന്നതെന്നൊക്കെ. പിന്നീട് എപ്പോഴെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഒരു നേരത്തെ എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം. അത്ര എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളൂ. എൻ്റെ കുഞ്ഞ് അവനൊരു കുഴപ്പവും വരില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയില്ല അമ്മ എന്ന് പറയാണ്. ഈ സമയം അർജുൻ എന്ത് ചെയ്യണം, വല്ലാതെ പെട്ട് നിൽക്കുകയാണ്. പിന്നീട് അർജുൻ ബൈക്ക് പെട്രോളൊക്കെ ഒഴിച്ച് നേരെ പോവാണ്. അങ്ങനെ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കടലും മുന്നേ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, അല്ല ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടോ ഏട്ടാന്ന് ചോദിക്കണം. ഇവിടെ അടുത്തില്ല, ഫ്രണ്ടിലേക്ക് പോയാലോ കുറെ ദൂരം പോകേണ്ടി വരും, ഇവിടെ എങ്ങും ഇല്ലാന്ന് പറയണം. ഇനിയിപ്പോൾ പുറയിലേക്ക് ഒരു 4 കിലോമീറ്റർ പോവാണെങ്കിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടതും അർജുൻ വണ്ടി തിരിച്ച് പുറയിലേക്ക് പോരുവാണ്. ഈ സമയത്ത് നന്ദ പഴയ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെയാണ് അഭിരാമിനെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ചെന്ന് ക്യാഷ് അക്കൗണ്ടിൽ ചെന്നിച്ചു. ഒരു വിവരം അറിയാൻ വേണ്ടി വന്നാ. ഞാൻ മുമ്പ് ഇവിടെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു അഭിരാമിയെ കുറിച്ച്, അവരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനായിട്ടാ. അല്ല അവരെന്തുകൊണ്ടാ പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങി പോയെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ എന്തോ അങ്ങനെയൊന്നും നടത്തില്ല, അവരെ നിർബന്ധിച്ചാണ് ഡിസ്ചാർജ് വാങ്ങി പോയിരിക്കണേന്ന് പറയാം. പക്ഷേങ്കിൽ അധിക ദൂരമൊന്നും അവർ പോകാൻ വഴിയില്ല, അവർക്ക് വയ്യായികയുണ്ട്. ആ സ്ത്രീക്ക് ഒട്ടും വയ്യാത്തൊരവസ്ഥയാന്ന് പറയാം. ഇത് കേട്ടപ്പം അല്ല അവരെ കുറിച്ച് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയാവോ? അങ്ങനെയൊന്നും അറിയത്തില്ല, പക്ഷേങ്കിൽ അവർ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേ പറ്റുള്ളൂ. അത്രയ്ക്ക് ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരുന്നു അവരുടെ. അതൊക്കെ ഡോക്ടർ അവരോട് പറയുകയും ചെയ്തു. മനസ്സിലായി. നന്ദിക്ക് അപ്പോൾ ഒരു ആശ്വാസമില്ല. ഏതെങ്കിലും അടുത്തൊരു ഹോസ്പിറ്റലിൽ കാണുമായിരിക്കും, അന്വേഷിക്കണം. അല്ല ഈ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിന് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് തരാമെന്ന് ചോദിക്കും. അതിനെന്താ തരാമല്ലോ എന്ന് പറയണം. അങ്ങനെ അവരെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണം. അപ്പൊ ഈ നന്ദ ഈ സമയത്ത് ഓർത്തു, ഗൗതമിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ എവിടെ എന്താന്നൊക്കെ അറിയാൻ സാധിച്ചേക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.